യെസ്, നമുക്ക് ഇനിയും പഠിച്ച് സെറ്റാക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് എന്താ നോക്കല്ലേ. നമ്മൾ അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ പറഞ്ഞ ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിൽ നിന്ന് ഓരോ ചാപ്റ്റേഴ്സിനും എത്ര മാർക്കിനാണ് ചോദ്യം വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസ് ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഏതാണ് ഇനിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് പറയോ. സാറ് പറഞ്ഞ 58 മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ 56 മാർക്ക് കിട്ടുന്ന ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ഈ ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഒരുപാട് കമൻറ്റ് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു, ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ചാപ്റ്റർ 1 വിത്ത് ഈ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റിൻ്റെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ വാസ് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ ഭാഗത്ത് 7 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് തേർഡ് ചാപ്റ്റർ വാസ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് പ്ലാനിങ് 6 മാർക്ക്, ഓർഗനൈസിങ് 7 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിനുമാണ്. എന്നാലും ഹയസ്റ്റ് 7 മാർക്സിൻ്റെ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഗോയിങ് ടു ദ സെക്കൻഡ് ടേമിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റാഫിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് 9 മാർക്കും ഡയറക്ടിങ്ങിൻ്റെ ഭാഗത്ത് 11 മാർക്കും കൺട്രോളിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് വെറും 4 മാർക്കാണുള്ളത്. സോ ഈ സ്റ്റാഫിങ്ങും അതേപോലെ തന്നെ ഡയറക്ടിങ്ങും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്ററായിട്ട് നമുക്ക് കാണാം. കാരണം കൂടുതൽ വെയിറ്റേജ് ഉണ്ട്. ബിക്കോസ് 2 ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് 20 മാർക്ക് കിട്ടും. ആൻഡ് ഒന്നും കൂടി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും കൂടി പഠിക്കുകയാണെങ്കിൽ 30 മാർക്കായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 10 കൂടി അതിൽ നിന്ന് കിട്ടും. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നിന്ന് 12 മാർക്ക് ആൻഡ് ലാസ്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ നിന്ന് 4 മാർക്കുമായിട്ട്. ഇങ്ങനെയാണ് നമ്മുടെ 80 മാർക്സ് ഓഫ് എക്സാമിന് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ ഡിവൈഡ് ചെയ്ത് കഷ്ണം കീറി മുറിച്ചിട്ടുള്ളത്. സോ ഓൾടുഗദർ നമ്മൾ പറയുകയാണ് 56 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ പറയുന്ന ചാപ്റ്ററുകളിൽ നിന്നാണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഡയറക്ടിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സ്റ്റാഫിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിലത്തെ ഓരോ ചാപ്റ്ററും നമ്മളൊന്ന് കയറി മുറിച്ച് നോക്കുന്ന സമയത്ത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു ചെറിയ ചാപ്റ്റർ ഒന്നുമല്ല, അത്യാവശ്യവും വലുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. പക്ഷേ എന്നാലും ഞാനത് പഠിപ്പിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതോ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഈ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ലാസ്റ്റ് പഠിക്കുക. കാരണം ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഫംഗ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കും ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് വരിക. പിന്നെ കോൺസെപ്റ്റ് ഫിലോസഫീസ് പഠിച്ചു വെക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് നോക്കുക. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞിട്ട് 4 P'സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. ഒന്നെങ്കിൽ അവർ ചോദിക്കാറുണ്ട് വെറും എന്താണ് 4 P's എന്നുള്ളത് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ Pയെ കുറിച്ചിട്ടും വളരെ ചെറുതായിട്ട് ആൻസർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു 8 മാർക്കിൻ്റെ ഒരു ഹാഫ് പേജ് ഓരോന്നിനെ കുറിച്ചും എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി അതല്ല ഓരോന്നിനെ കുറിച്ചും ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് P ആയിട്ട് നമ്മൾ പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ചാണ്. പ്രോഡക്റ്റ് തന്നെ 3 സബ് ടോപ്പിക്സ് നമുക്ക് വരുന്നുണ്ട്. ബ്രാൻഡിങ് എന്താണെന്നും പാക്കേജിങ് എന്താണെന്നും ലാബലിംഗ് എന്താണെന്നും. അത് 3 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ മറ്റോ ആയിട്ടോ ചോദിക്കാൻ ചാൻസ് ഉള്ളതായിട്ട് തന്നെ നമുക്ക് കരുതാം. ഓക്കെ, ഇപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്, കൺസ്യൂമർ ആയിട്ടും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടും ഒക്കെ ഉണ്ട്. ആ ഭാഗവും എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ ഈസ് രണ്ടാമത്തെ P ആയിട്ട് നമ്മൾ പറയുന്നതാണ് പ്രൈസ് എന്നുള്ളത്. പ്രൈസിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പ്രൈസ് എന്നും അതേപോലെ തന്നെ പ്രൈസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് പഠിക്കാനുള്ളത്. ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ചോയ്സ് ഓഫ് എ ചാനൽ. ചോയ്സ് ഏത് ചാനൽ, ഓക്കെ, നമ്മുടെ പ്ലേസ് എന്ന് പറയുന്നതിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ചൂസ് ചെയ്യുന്നത് ഏതാണ് എന്നുള്ളതും. ആൻഡ് എലമെന്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ്. പ്രൊമോഷൻ മിക്സിൽ എന്ന് വെച്ചാൽ പ്രൊമോഷൻ എന്നുള്ള 4ാമത്തെ Pയിൽ നിന്ന് ആ പ്രൊമോഷൻ എന്താവുന്നുണ്ട്, എഗെയിൻ 4 എണ്ണമായിട്ട് മാറുന്നുണ്ട്. അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ടോ. സോ ഹിയർ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് 3ഉം വളരെ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ 4ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ വരാറുണ്ട്. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഇങ്ങനെ പല രീതിക്ക്, കാരണം 12 മാർക്കിൻ്റെ ചാപ്റ്ററാണ്, അതിൽ നിന്ന് അവർ പല രീതിക്ക്, അതേപോലെ സെയിൽസ് പ്രൊമോഷൻ്റെ ടെക്നിക്കുകൾ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ അവരെന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. വിച്ച് മീൻസ് മാർക്കറ്റിംഗ് ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ കുറച്ച് വലുതാണ്. പക്ഷെ അത് പഠിച്ചാൽ നമുക്ക് 12 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആൻഡ് വി ആർ എക്സ്പെക്ടിങ് ഒരു essay ക്വസ്റ്റ്യൻ ഫ്രം ഈ ചാപ്റ്റർ തന്നെ. ഗോയിങ് ടു ദ അടുത്ത ചാപ്റ്റർ, ഇറ്റ് ഈസ് ദ ഡയറക്റ്റിംഗ് എന്നുള്ളതാണ്. 10ാമത്തെ ചാപ്റ്റർ തൊട്ട് മുകളിലുള്ള. ഓക്കെ, നമുക്ക് പറയാനുള്ളത് ഡയറക്റ്റിങ്ങിനെ കുറിച്ചാണ്. ഡയറക്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റിങ്ങും ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെറിയ ചാപ്റ്റർ ഒന്നും പറയുന്നില്ല, കുറച്ച് വലിയ ചാപ്റ്റർ തന്നെ ഡയറക്റ്റിംഗ്. അതിൽ ആദ്യം തന്നെ ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കുക, ഇമ്പോർട്ടൻസ് നോക്കുക. ആൻഡ് ഗോയിങ് വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ. ഈ പറഞ്ഞ പോലെ ഡയറക്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഡയറക്ഷൻ്റെ ഒരു കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ഒന്ന് നോക്കി വെക്കുക. ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് 4 എലമെൻറ്റ്സ് ആണ്. അതിൽ ഒന്നാമത്താണ് സൂപ്പർവിഷന്, രണ്ടാമത്തത് മോട്ടിവേഷൻ, അതായത് 3ാമത്തത് ലീഡർഷിപ്പ്, 4ാമത്തത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള 4 എലമെൻറ്റ്സ്
എലമെന്റ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ സൂപ്പർവിഷനും റോൾ ഓഫ് സൂപ്പർവൈസറും ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ഒരു സൂപ്പർവൈസറുടെ റോൾ എന്നുള്ളത് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ആ ഭാഗം ഒന്ന് നോക്കി വെക്കാം. മോട്ടിവേഷൻ്റെ ഭാഗം ഓൾറെഡി വലിയൊരു ഭാഗം തന്നെയാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നോക്കുക. മാസ്ലോ ആൻഡ് നീഡ് ഹയറാർക്കൽ തിയറി വിത്ത് ഡയഗ്രാം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ആൻഡ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറയും സാറ് ചാപ്റ്ററിൻ്റെ മൊത്തം കാര്യം പറയുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ 56 മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിനും ഫുൾ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ മൊത്തം കാര്യം നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നുള്ളതല്ല. ഇതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു എസ്എ ക്വസ്റ്റിന് സാധ്യതയുള്ളത് ഈ ഭാഗം എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇപ്പോൾ മോട്ടിവേഷൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു എസ്എ ക്വസ്റ്റിൻ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം എസ്എ ക്വസ്റ്റിന് ഭാഗമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ അവിടെ നിന്ന് സൂപ്പർവിഷൻ്റെ ഭാഗത്തു നിന്നും റെയർ ആയിട്ടാണെങ്കിലും ചോദിക്കാറുണ്ട്. കൂടുതൽ പോസിബിലിറ്റി മോട്ടിവേഷൻ്റെ ഭാഗത്താണ് പറയാം. ആൻഡ് വി ഹാവ് ലീഡർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഫീച്ചേഴ്സ് ഓഫ് ലീഡർഷിപ്പും ഉണ്ട്, ലീഡർഷിപ്പ് സ്റ്റൈലും ഉണ്ട്. അത് ഈ പറഞ്ഞതുപോലെ എസ്എ ക്വസ്റ്റിനിലേക്ക് ഒന്നും പോകാറില്ല. ചെറിയ മാർക്കിന് 4 മാർക്കോ 3 മാർക്കിനൊക്കെ ആയിട്ടാണ് ലീഡർഷിപ്പ് സ്റ്റൈലും കാര്യങ്ങളും ചോദിക്കാറുള്ളത്. ആൻഡ് അനദർ ചാൻസ് എസ്എ ക്വസ്റ്റിൻ ഉള്ളതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഭാഗം. ഈ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഡയഗ്രാം എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. സെൻഡർ മെസ്സേജ്, അതേപോലെ തന്നെ എൻക്രിപ്ഷൻ ചാനൽ എന്നൊക്കെ പറയുന്ന എലമെന്റ്സ് വെച്ചിട്ടുള്ള ചോദ്യം നമുക്ക് കാണാറുണ്ട്. ആൻഡ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ് നമുക്ക് ഫോർമലും ഇൻഫോർമലും വരുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ പറഞ്ഞ സെമാൻറ്റിക്, സൈക്കോളജിക്കൽ, ഓർഗനൈസേഷൻ ആൻഡ് പേഴ്സണൽ ബാരിയർ. അതൊരു എസ്എ ക്വസ്റ്റിന് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഭാഗമാണെങ്കിലും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് ഈ എക്സാമിന് ഒരു പ്രതീക്ഷയുണ്ട്, ചിലപ്പോൾ ആ ഭാഗത്തു നിന്നായിരിക്കും എസ്എ എന്ന് വരുന്നത്. ഓക്കെ, സോ പോസിബിളി പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ പല ഭാഗത്തും നമ്മൾ എസ്എ പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ 3 എസ്എ ക്വസ്റ്റിനാണ് ചോദിക്കാം. മാർക്കറ്റിംഗ് എന്നൊരു എസ്എ ഉറപ്പാണ്. രണ്ടാമത്തെ എസ്എ ഡയറക്റ്റിംഗ് ഒന്നും ചോദിക്കുമെന്ന് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഗോയിങ് ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ചാപ്റ്ററിനും നമ്മളൊരു എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു എസ്എ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 3 എസ്എ ക്വസ്റ്റ്യൻ സാധ്യതകളാണ് ഉള്ളത്. അതിൽ ഈ 3 ചാപ്റ്ററിനായിരിക്കും ഇനി ഒരു സ്റ്റാഫിംഗ് കൂടി പറയും. എന്തായാലും ഫസ്റ്റ് 2 ചാപ്റ്ററിന് ഉറപ്പാണ്. ഈ ചാപ്റ്ററിനും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇതുവരെയുള്ള ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗത്തുള്ള ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിക്വയർമെന്റ് ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റലും അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ടും പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എന്നുള്ള ഭാഗത്തു നിന്നാണ്. സോ ഈ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ഫിക്സ്ഡ് ക്യാപിറ്റലിനും വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കുക. ആൻഡ് വി ഹാവ് റോള് കാര്യങ്ങൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻസ് പഠിച്ചു വെക്കുക. പിന്നെ ഈ ഫൈനാൻഷ്യൽ ഡിസിഷൻ, ഈ 3 ഡിസിഷൻ പഠിച്ചു വെക്കണം. ഈ 3 ഡിസിഷൻ്റെയും ഫാക്ടേഴ്സും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ആൻഡ് ഒബ്ജക്റ്റീവ്സ്, 2 ഒബ്ജക്റ്റീവ്സിന് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെയും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെയും ചെറിയ മാർക്കിനാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഫാക്ടേഴ്സ്. ഓക്കെ, ഇതും അപ്പോൾ ഈ ഫാക്ടർ ആവാം. മൊത്തത്തിൽ 1, 2, 3, 4, 5, 6. പക്ഷേ ഇതിൽ ഫൈനാൻസിങ്ങും ക്യാപിറ്റൽ സ്ട്രക്ചറും ഒന്നാണ്. നമ്മുടെ ലൈവ് ഒക്കെ കണ്ടവർക്ക് അറിയാം. ഇത് രണ്ടും സെയിം ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഓൾ ടുഗദർ ഇൻവെസ്റ്റ്മെന്റ് വിത്ത് കാര്യമായിട്ട് ഫാക്ടേഴ്സ് ഇല്ല. അപ്പോൾ 1, 2, 3, 4 ഫാക്ടേഴ്സ് എഫക്റ്റീവ് നിങ്ങൾ പഠിച്ചു വെക്കാൻ തയ്യാറാണെങ്കിൽ എന്തായാലും എസ്എക്ക് അത് വന്നിട്ടില്ലെങ്കിൽ 5 മാർക്കോ 4 മാർക്കോ ആയിട്ട് എന്തായാലും അവർ ഈ ചാപ്റ്ററിന് ചോദിക്കും. ടോട്ടൽ 10 മാർക്കിന് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഉണ്ടെന്നാണ്. ആൻഡ് വി ഹാവ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട് പഠിക്കാനുള്ളത് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്സ് പഠിക്കാം, റിക്രൂട്ട്മെന്റ് പഠിക്കുക. അതിൽ ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ആ 2 കാര്യങ്ങൾ നോക്കി വെക്കുക. സെലക്ഷൻ പ്രോസസ്സ്, ഇതും സ്റ്റെപ്സ് ആണ്. ആദ്യം സ്റ്റാഫിങ്ങിന്റെ സ്റ്റെപ്സ് പഠിക്കുക, സെലക്ഷന്റെ സ്റ്റെപ്സ് പഠിക്കുക. പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ആൻഡ് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ആണ്. ഓൺ ദി ജോബും ഓഫ് ദി ജോബും അങ്ങനെ പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരുപാട് മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതാണ് ചാപ്റ്ററാണ് സ്റ്റാഫിംഗ്. കുറച്ച് ടോപ്പിക്സ് നമുക്ക് നോക്കാനുള്ളൂ, ബട്ട് നല്ല മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓർഗനൈസിങ്ങും അങ്ങനെ തന്നെയാണ്. 8 മാർക്കിന്റെ ചാപ്റ്ററാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഓർഗനൈസിങ്ങിന്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഫംഗ്ഷണൽ ഡിവിഷണൽ വിത്ത് ഡയഗ്രത്തോടൊപ്പം പഠിച്ചു വെക്കേണ്ട ഭാഗമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷണൽ ഡിവിഷനിലും. ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ, ഡെലിഗേഷൻ, ഡീസെൻട്രലൈസേഷൻ. ഡെലിഗേഷൻ്റെ എലമെന്റ്സിന്റെ ഭാഗം കഴിഞ്ഞ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഡെലിഗേഷൻ്റെ ഭാഗത്തുനിന്ന്. ഒരുപക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ വരാം. ഇത് തമ്മിൽ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ വരാം. ഫോർമൽ ഇൻഫോർമൽ തമ്മിൽ ഒരു ഡിഫറൻസ് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യന് ഒരുപാട് സാധ്യതകളുള്ള ഒരു ചാപ്റ്ററാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിത്ത് എ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനലോ ഡിവിഷനിലോ വരാറുണ്ട്. ഓക്കെ, ആൻഡ് വി ഹാവ് അനദർ ചാപ്റ്റർ വിത്ത് 8 മാർക്ക് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് പഠിക്കുക, ടെക്നിക്കുകൾ പഠിക്കുക. ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് പഠിക്കുക, ടൈലറിന്റെ ടെക്നിക്കുകളും പ്രിൻസിപ്പിളും പഠിച്ചു വെക്കുക. പിന്നെ 2 ടോപ്പിക്കാണ് ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ടോപ്പിക്കും കൂടി ഇതിന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ടുഗദർ നമ്മൾ ഈ ഒരു 6 ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ടോട്ടൽ 56 മാർക്സ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 56 or 54 56 മാർക്കാണ് ഈ ചാപ്റ്ററിന്, വിച്ച് മീൻസ് ഒരു 70% മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. യു ഫോളോ 6 ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ചാപ്റ്റേഴ്സിൻ്റെ ഒരുവിധം എല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഫുൾ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ 56 തന്നെ നിങ്ങൾ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം എന്നുള്ളതാണ്. ആൻഡ്
നിങ്ങളോട് പറയാനുള്ളത് +2 ആണ്, എക്സാം കഴിഞ്ഞു, അടുത്ത ഒരു വലിയ സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, വിച്ച് മീൻസ് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലേക്കും നിങ്ങൾ എത്താൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ലൈഫിലെ ഡിഗ്രി എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നത്തിലേക്ക് പോവാണ് എന്നുള്ളത് ഓർക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാരണം, ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. രജിസ്റ്റർ ചെയ്ത് വെറുതെ ഇരിക്കരുത്, പ്രിപ്പയർ ഫോർ ദാറ്റ് എക്സാം. ഓക്കെ, ഈ നാട്ടിൽ പഠിക്കുന്ന പോലെയല്ല, ഒരുപാട് എക്സ്പോഷറുകൾ കിട്ടുന്ന നല്ല രീതിക്ക് പോകാൻ പറ്റുന്ന ഒരു വഴി തന്നെയാണ് CUET എന്ന് പറയുന്നത്. നിങ്ങളുടെ +2 മാർക്കൊന്നും അവിടെ പരിഗണിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് CUETയുടെ സിലബസ് എന്ന് ഓർക്കുക. സോ ഇഫ് യു വാണ്ട് ടു ജോയിൻ അവർ ബാച്ച്, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, March 29th വരെ നമ്മുടെ ഈ CUET ബാച്ചിൻ്റെ ഇത് ഓഫേഴ്സ് ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. 599 rupees മാത്രമേ ഉള്ളൂ. അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ന് തന്നെ പൈസ അടയ്ക്കണം എന്നൊന്നുമല്ല, ജസ്റ്റ് താഴത്തുള്ള ഒരു ഫോം ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് എഡ്യൂപോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന CUETയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക, പഠിക്കുക, എന്നിട്ട് മാത്രം ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അഗെയിൻ ഇഫ് യു വാണ്ട് സ്റ്റിൽ ഈ റെക്കോർഡ് ക്ലാസ്സും കാര്യങ്ങളും വേണമെങ്കിൽ 1799 നമ്മുടെ ക്രാഷ് ബാച്ച് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി എക്സാം നടന്നുകൊണ്ട് ഓക്കെ, ബൈ മക്കളെ, സി യു.